വ്ളോഗിലൂടെയായി ശ്രദ്ധിക്കപ്പെട്ടതാണ് അസ്ല മർലി. ഇടയ്ക്ക് ചില ചാനൽ പരിപാടികളിലും പങ്കെടുത്തിരുന്നു. അസ്ലയുടെ ഭർത്താവ് അംജു വ്ളോഗിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതനാണ്. അടുത്തിടെയായിരുന്നു ഇവർക്ക് മകൾ ജനിച്ചത്. ആ വിശേഷങ്ങളും അസ്ല വ്ളോഗിലൂടെയായി പങ്കുവച്ചിരുന്നു. വീഡിയോ കോളിലൊന്നും അംജുവിനെ കാണാത്തതും അംജുക്ക എന്ന് പറയുന്നത് കേൾക്കുന്നുമില്ല. നിങ്ങൾ പിരിഞ്ഞോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. വളരെയധികം കമൻറ്റുകളാണ് തനിക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അസ്ല പറയുന്നു. നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിത്തരാം. ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി പുതിയ വീഡിയോയിൽ. എൻ്റെ ജീവിതം എനിക്കൊരിക്കലും ഒരു വ്യക്തിയെ മടുക്കില്ല. സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. എന്നെ സ്നേഹിക്കുന്നവരെ 100 ഇരട്ടിയായി തിരിച്ച് സ്നേഹിക്കുന്ന പ്രകൃതമാണ്. അംജുക്ക എന്താണ് കുഞ്ഞിനെ കാണാൻ വരാത്തത്? അംജു വന്നപ്പോൾ അസ്ല ദുബായിലേക്ക് പോയതെന്താണ് എന്നൊക്കെയാണ് ചിലരുടെ സംശയം. കുറേ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? എങ്ങനെയാണ് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നത്? ആകെ ബ്ലാങ്കായാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. എപ്പോഴും കാണുന്ന ഒരാളെ കണ്ടില്ലെങ്കിൽ ചോദ്യമാവാം. പക്ഷേ നിങ്ങളായിട്ട് കൺക്ലൂഷനിലെത്തരുത്. യൂട്യൂബേഴ്സാണെന്ന് കരുതി എല്ലാം നിങ്ങളെ കാണിക്കാറില്ല. പൊതുവെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബേഴ്സിൻ്റെ ജീവിതത്തിലും നടക്കും. എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവർ പറഞ്ഞോളും. നിങ്ങളായിട്ട് എന്തിനാണ് അത് പറയിപ്പിക്കുന്നത്? ഞാൻ നാട്ടിൽ വന്ന് ഡിവോഴ്സ് പേപ്പർ ശരിയാക്കാൻ കൊടുത്തിട്ട് തിരിച്ചു വന്നു എന്നായിരുന്നു അംജു അസ്ലയോട് പറഞ്ഞത്. അംജുവിനെ വിളിച്ച് സംസാരിക്കുന്നത് അസ്ല കാണിച്ചിരുന്നു. അംജുക്കയും ഞാനും തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല ഇതുവരെ. അംജുക്ക നാട്ടിൽ വന്നു എന്ന് പറഞ്ഞത് ആരാണ്? മോളെ കാണാനായി അത്രയും കാത്തിരിക്കുന്നുണ്ട് അംജുക്ക. ഞാനും കാത്തിരിക്കുകയാണ് ഒന്ന് കാണാനായി. ഞങ്ങളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ ഇക്കയെക്കുറിച്ച് മോശം പറഞ്ഞു? പിന്നെ എന്തിനാണ് ഇല്ലാത്ത കാര്യം നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അംജുക്ക മോളെ കാണാൻ വന്നിട്ടില്ല. പ്രസവം കഴിഞ്ഞ ശേഷം എന്നെ കാണാൻ വന്നിട്ടില്ല. അതാണ് വ്ളോഗിലും കാണാത്തത്. എനിക്ക് തന്നെ ഇതിൽ എത്ര വിഷമം കാണും. അത് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളല്ല. ജോലി കളഞ്ഞാണെങ്കിലും എൻ്റെ ഡെലിവറിക്ക് വരണമെന്ന് കരുതിയാണ് അംജുക്ക. UK നിയമം ഇപ്പോൾ മാറി. എൻ്റെ ഡെലിവറിക്ക് തൊട്ടു മുന്നെയാണ് ജോലി മാറിയത്. സ്പോൺസർഷിപ്പ് കിട്ടാൻ വൈകി. വിസ എക്സ്പയറായി. ആ സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അംജുക്കയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പോസ്റ്റ്പാർട്ടം ഫേസിലാണ് ഞാനിപ്പോൾ. സന്തോഷം തന്നില്ലെങ്കിലും വേണ്ട, മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുക. ഇങ്ങനെയൊരു ചോദ്യം വരാൻ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ലെന്നും അസ്ല പറയുന്നുണ്ടായിരുന്നു.